ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ടീ കേക്കുകളായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം വരും ദിവസങ്ങളിലും നമ്മൾ ടീ കേക്കൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 1 കിലോ തൂക്കം വരുന്ന മെക്സിക്കൻ ടോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മെക്സിക്കൻ ടോഫി കേക്കിന് മെയിനായിട്ട് വേണ്ടത് ടോഫിയാണ്. അപ്പോൾ നമുക്ക് ടോഫി ആദ്യമേ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അത് മൂടി നമുക്ക് വെള്ളം വയ്ക്കാം. അതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസമൊക്കെയാണ് കേക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ തലേദിവസം തന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സ്പഞ്ച് കേക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ടോഫി മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടോഫി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട് പാൽ ഒഴിച്ചാൽ മാത്രമേ ഒരു ടോഫി നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ട പോലെ ഇരിക്കും. അങ്ങനെ കേക്കിൽ ഒഴിക്കാനുള്ള ടോഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 2-3 തവണ അരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ഇവിടെ ഇതുപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണ്. പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാരയും മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് ലോ സ്പീഡിൽ അതും കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് ബീറ്റാക്കി എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടോഫി മിക്സും കൂടി ഒഴിച്ചു മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ടോഫി മിക്സ് അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കി. ഇനി ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്തിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അങ്ങ് കട്ട കെട്ടും. അത് കുഴപ്പമില്ല. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ആ കട്ട കെട്ടിയതൊക്കെ നന്നായി മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ടോഫി മുഴുവനും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തായിരുന്നു. ആ ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ടോഫി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ശരിക്കും അങ്ങ് മെൽറ്റ് ആവില്ല, കട്ട പോലെ കിടക്കും. അതിന് വേണ്ടിയിട്ട് അത് ആറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അതൊരു 4 ബൗളിലേക്കാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഭാഗം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ
അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വിപ്പിംഗ് ക്രീമിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ബൗളിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ടോപ്പിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനുള്ള സ്പെഷ്യൽ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ആ ഒരു മിക്സിയിൽ അടിച്ചേച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമേ കേക്കിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം നല്ല സ്റ്റിഫ് ഫിക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ടോഫി മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ടോഫി മിക്സ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമ്മുടെ ക്രീം കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന്. നമ്മുടെ കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അങ്ങനെ ഞാനൊരു കേക്ക് ബോർഡിന് മുകളിൽ ആദ്യം കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കുവാണ്. അതിന് മുകളിൽ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചു. കേക്കിന് മുകളിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കാഷ്നട്ട്സ് ഒക്കെ ഇട്ടിട്ട് കേക്കിൻ്റെ ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്കൊക്കെ കഴിക്കുമ്പോൾ അത് ആ ഒരു കാഷ്നട്ട്സ് ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കാഷ്നട്ട്സിന് പകരം നമുക്ക് കടലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫില്ലിങ്ങിൽ കാഷ്നട്ട്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫില്ലിങ്ങും നമ്മൾ സ്പ്രെഡ് ചെയ്തു. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീം ആക്കുക, വീണ്ടും ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് 3 ലെയർ കേക്കും വെച്ച് കൊടുത്ത് ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്കൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ബൗളിൽ ടോഫി മിക്സ് മുകളിൽ ഒഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് കറണ്ട് പോയതുകൊണ്ട് ഞാൻ ഇത് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ വരെ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം സൈഡിലേക്ക് ഒലിച്ച് വന്നതൊക്കെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ പീനട്ട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതും കൂടി ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോയെ കിട്ടിയിട്ടുള്ളൂ. ഈ സൈഡിൽ ഒലിച്ച് വന്നിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡിൽ കടലയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള വ്യൂ ആണ്. ഇന്നലെ കറണ്ട് പോയത് കൊണ്ട് സൈഡിൽ കടല ഒട്ടിച്ചൊന്നും കാണിച്ചിട്ടില്ല. അപ്പം കടല ഒട്ടിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. സൈഡിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അങ്ങനെ നമ്മുടെ മെക്സിക്കൻ ടോഫി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.